ഞാൻ ഈ ബൈബിളിനെ ചേർത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ മതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ് പ്രതിരോധത്തിലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അത്രയും പാണ്ഡിത്യം എനിക്കില്ലതാനും. ബൈബിളിനെ കുറിച്ചാണെങ്കിൽ എനിക്ക് അത്യാവശ്യം അറിയാം. കാരണം നമ്മൾ ജനിച്ചു വളർന്ന ഒരു സമുദായം അതാണ്. പള്ളിയിലും പള്ളിക്കൂടത്തിലും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വിഷയം അതായത്. പിന്നെ മാത്രമല്ല ഈ തല്ലാൻ വരുന്നവർക്ക് സ്വന്തക്കാരാവുന്നതുകൊണ്ട് പിന്നെ അതിന്റെ സുഖം ഉണ്ടല്ലോ. അപ്പോ ഈ ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങളും ചരിത്രത്തിൽ ബന്ധമുണ്ട്. ഉദാഹരണത്തിന് യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലുന്ന സമയത്തെ ഭരണാധികാരി, റോമൻ ഭരണാധികാരി ആരായിരുന്നുള്ള ചരിത്രമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ റോമൻ ഗവർണർ ആരായിരുന്നൊക്കെ പറയുന്നത് മാച്ചാവുന്നുണ്ട്. അത് ചരിത്രത്തിലും ഏതാണ്ട് പറയുന്ന അതേ ആളുകളാണ്. എന്നാൽ ഇതിനകത്ത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും മുഴുവൻ അത് തന്നെയാണോ പറഞ്ഞതെന്നുള്ളത് വേണമെങ്കിൽ ഒരാൾക്ക് ഇതിൽ പോലും ചിലപ്പോ ഞാൻ നർക്കിക്കും. എന്താന്ന് വെച്ചാൽ ബൈബിൾ വായിച്ചാല് അഗസ്റ്റസ് സീസറിന്റെ കാലത്തായിരുന്നല്ലോ സെൻസസ്. ജൂയിഷ് ഇവരുടെ അമ്പലം പൊളിക്കുന്നത് AD 40 എന്റെ ഓർമ്മ. ശരിക്കും ഇതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കുന്ന പലരും ഒരു 40 വർഷത്തെ ഷിഫ്റ്റ് നമ്മൾ ശ്രദ്ധിക്കും. അല്ല, അതിനകത്തെ കാര്യം ചരിത്രം തെറ്റിപ്പോയതല്ലത്, ഈ കഥ അതിലേക്ക് ക്ലബ് ചെയ്തപ്പോൾ ഉണ്ടായ തെറ്റല്ല. മനസ്സിലായില്ലേ? ചരിത്രം തെറ്റാറില്ല. ചരിത്രമാണെങ്കിൽ ചരിത്രവും കഥയും നമ്മൾ വ്യത്യാസമാണല്ലോ. ചരിത്രം തെറ്റി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ചരിത്രം ശരിയായിരിക്കും.